ക്രൂശിത വഴിയിലൂടെ 42-ാം ദിനം. ഇന്ന് ഓശാന ഞായർ. എൻ്റെ നിലവിളി കേൾക്കുന്ന, എൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന ഉറപ്പാണ് ഓശാന ഞായർ. മനുഷ്യകുലത്തിൻ്റെ രാജാവായ യേശുക്രിസ്തു ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയപ്പോൾ ആളുകൾ വിളിച്ചു പറഞ്ഞു, ഹോസാന, ദാവീദിൻ്റെ പുത്രന് ഹോസാന. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. എത്ര മനോഹരമാണ് അവരുടെ പ്രാർത്ഥന. യേശുവിനോട് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന നമുക്ക് എല്ലാ ദിവസവും ഏറ്റെടുക്കാം. കർത്താവെ ഞങ്ങൾ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ തലമുറയെ രക്ഷിക്കണമേ. യേശു അതിന് കൊടുക്കുന്ന ഉത്തരം പെസഹാ ദിനം. നമുക്ക് വേണ്ടി അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മളുടെ സ്നേഹത്തെ പ്രതി നമ്മുടെ പാവങ്ങൾ മോചിക്കുന്നതിനു വേണ്ടി പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ ജീവൻ സമർപ്പിച്ചു. ഇന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു നൽകുന്ന ഉത്തരം പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക, പരിശുദ്ധ കുർബാനയോട് അടുക്കുക, പരിശുദ്ധ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുക. നിലവിളിക്കുന്ന മനുഷ്യന് ഉത്തരം നൽകുന്ന, നിനക്കെന്ത് കുറവുണ്ടായാലും ഞാനുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, വിശുദ്ധ കുർബാനയായി നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് മുട്ടുവിളിക്കുകയാണ് അകത്ത് പ്രവേശിക്കുവാൻ. നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരവും അസൂയയും വെറുപ്പും പകയും ഒക്കെ മാറ്റി ഹൃദയം ശുദ്ധമാക്കി ഈശോയ്ക്ക് പ്രവേശിക്കുവാൻ ഹൃദയത്തിൻ്റെ ഓടാമ്പലുകൾ നമുക്ക് ഒന്ന് തുറന്നിടാം. തീർച്ചയായും ഈശോ വിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് ചങ്കുറപ്പോടെ നമുക്ക് പറയുവാൻ സാധിക്കട്ടെ, ഓശാന, ദാവീദിൻ്റെ പുത്രന് ഓശാന. കർത്താവെ ഞങ്ങൾ രക്ഷിക്കണമേ, അസത്യത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, മരണത്തിൽ നിന്ന്. സ്തുതിയായിരിക്കട്ടെ.